സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷനെ കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദമാക്കി 12 കോളേജുകളിൽ എവിടെ എത്തിയും റിപ്പോർട്ട് ചെയ്താലും കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ കഴിയും. ഈ മാസം 13-ന് നടക്കുന്ന കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷനിൽ ഈ സൗകര്യമുണ്ടാകും. സനീറ്റ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സനീറ്റ, വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്ക് പരിഹാരമാകുന്ന തീരുമാനമാണ്. എന്താണ് വിശദാംശങ്ങൾ? കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ പ്രതിസന്ധി ന്യൂസ് മലയാളമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ആശങ്ക പങ്കുവച്ചിരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിലെ അല്ലെങ്കിൽ അവർക്ക് മികച്ച കോളേജുകളിൽ പ്രവേശനം നേടുവാനുള്ള ഒരു വഴിയായിരുന്നു ഇത്തരത്തിൽ ഈ തീരുമാനത്തെ തുടർന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നിരുന്നത്. അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോളേജുകളിൽ പ്രവേശനം നേടാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 12 കോളേജുകളിൽ എവിടെ എത്തി റിപ്പോർട്ട് ചെയ്താലും കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാമെന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 13 നടക്കുന്ന കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷനിൽ ഈ സൗകര്യം ഉണ്ടാകുമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഉറപ്പു നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഇത്തരത്തിൽ കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഉത്തരവനുസരിച്ച് അല്ലെങ്കിൽ തീരുമാനം അനുസരിച്ച് ഈ വർഷം ഓരോ കോളേജിലും പ്രത്യേകമാണ് സ്പോട്ട് അഡ്മിഷൻ വെച്ചത് എന്നൊരു തീരുമാനമായിരുന്നു വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി വിദ്യാർത്ഥികൾ തങ്ങളുടെ ആശങ്ക പങ്കുവച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ശരി, സനീറ്റയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.